ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു രസത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനാദ്യമേ ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ രസത്തിന് നല്ല സ്വാദാണ് കേട്ടോ. വളരെ വ്യത്യസ്തമായൊരു രസമാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത് ജീരകം ഒന്ന് പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് നെടുകെ മുറിച്ചതായിട്ട് 2 കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും ജീരകവും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 തക്കാളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മളിതിൽ പുളിയൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിന് പകരം തക്കാളി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വരും. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരും. അപ്പോൾ 2 മിനിറ്റ് നമ്മൾ വഴറ്റുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് തക്കാളിയൊക്കെ നല്ലൊന്ന് വെന്ത് ഉടഞ്ഞ ശേഷം നമുക്കതിലേക്ക് രസം പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രസം പൗഡർ ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഉടച്ച് യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ രസപ്പൊടി ചേർത്തില്ലെങ്കിൽ അതിന് പകരം മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് ഇത് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു ശർക്കര കഷ്ണം ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പ്, ഒരു തവി പരിപ്പ് വേവിച്ചത്, കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറുപയർ പരിപ്പാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് തോരപ്പരിപ്പോ ചെറുപയർ പരിപ്പോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പരിപ്പ് വേവിക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ രസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം അതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. പിന്നെ ഞാനിതിൽ ഒരു മൂസമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാം. കുരുവൊന്നുമില്ലാതെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. അതിനുശേഷം ഈ ജ്യൂസ് ആ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൂസമ്പി രസമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നത് നല്ല സ്വാദുള്ളൊരു രസമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.